വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും മഴ ശക്തമാവും. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഈ മേഖലകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വരുന്നത്. ഇന്ന് എല്ലാ ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. എം രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുമെന്ന സൂചന തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്നലെ തന്നെ അതിശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയാണ് പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ടിട്ടുള്ളത്. മലപ്പുറത്ത് ഇടിമിന്നലേറ്റ് 4 മരണം ഉൾപ്പെടെയുള്ള ദാരുണ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുനലൂരിൽ കെട്ടിടം തകർന്ന് വീണ് ഒരാൾ മരിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജീവനും ഒപ്പം തന്നെ മറ്റ് ബിൽഡിങ്ങുകൾക്കുമെല്ലാം തന്നെ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനുള്ള ചില മുന്നറിയിപ്പുകളും വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുൻകരുതൽ വേണമെന്നുള്ള സൂചനയും നൽകുന്നുണ്ട്. കാർമേഘം ദൃശ്യമാകുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണം. കാരണം ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല, അത് അപകടകാരികളായേക്കാം എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഈ ആഴ്ച അവസാനത്തോടു കൂടി തെക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്താൻ സാധ്യതയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകൾ നൽകുന്നത്. തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് 5.8 കിലോമീറ്റർ ഉയരത്തിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത്. കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഇടിമിന്നലിനോടുകൂടിയ സാധ്യതകൾ പറയുന്നത്.